നിനക്കല്ലെങ്കിലും അറിയാലോ, നിങ്ങളുടെ കാലുകളിൽ ഒരു ആംഗ്ലൈറ്റ് ഫിക്സ് ചെയ്തത് ഓർമ്മയില്ലേ? അതിനെ ഞാൻ എന്റെ ഈ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ. പിന്നൊരു കാര്യം, നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചാലും ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തമ്മിൽ കുതിരയെ പോലെ കിക്ക് ചെയ്യ്. മോണ്ടു മഡാരി മസ്ത് കലന്തർ റിമോട്ട് വെച്ച് ഈ മങ്കീസിനെ കൺട്രോൾ ചെയ്യും. ഇഷ്ടം പോണ ഇനിയും എത്ര സമയമാവുമെന്ന് പറയൂ. ആ ബനാന ട്രക്ക് ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അയ്യോ, ഞാൻ എന്റെ മോനെ, അതായത് ടി രംഗരാജന് എത്രയും വേഗം റിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി നോട്ടി. ആ ബനാന ട്രക്ക് സൺസിറ്റിക്ക് അകത്തേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് അവിടെ ചെന്ന് എത്താവുന്നേ. മമ്മി പ്ലീസ്, ആ ബനാന ട്രക്കിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഗുഡ് മോർണിംഗ് മേയർ അങ്കിൾ. ഷെടാ, അങ്കിൾ എന്താ ഇന്ന് ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല കിക്കോ, ഒരു ബനാന ട്രക്ക് ഡെലിവറി എടുക്കാൻ പോവുകയാണ്. പക്ഷേ ടെമ്പോ അണ്ണന്റെ കാറ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി പോയി. ബനാനയോ? എവിടെയുണ്ട് ബനാന? അതെല്ലാം ഞാൻ തന്നെ അങ്ങ് തിന്ന് തീർക്കും. അയ്യോ, അതൊന്നും നോർമൽ ബനാന അല്ല. ഒരു കാര്യം അറിയോ, അത് ടെമ്പോ അണ്ണ, ഇതുപോലെ ഒരു പബ്ലിക് പ്ലേസിൽ ആ ബനാന ട്രക്കിനെ കുറിച്ചൊന്നും പറയരുത്. സ്പെഷ്യൽ ബനാനയോ? അങ്ങനെയാണെങ്കിൽ ആ ബനാനയെ കുറിച്ച് നമ്മൾ ഒരു വാക്കിൽ പറയണമെങ്കിൽ പ്രഷ്യസിനെക്കാളും വളരെയധികം പ്രഷ്യസ്, വളരെ അപൂർവമായതും. ബനാന എന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് വിശക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഒരു ബനാന ക്യാൻഡി കഴിക്കാൻ പോവാ. പറയൂ ജെറ്റ്ബട്ട്, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? നമ്മൾ വെയിറ്റ് ചെയ്ത കാര്യം ഇപ്പോൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, വളരെ സ്പെഷ്യലായ ബനാന ട്രക്ക് കുറച്ച് സമയത്തിനുള്ളിൽ സൺസിറ്റിയിലേക്ക് എത്തും. നമ്മളെല്ലാവരും ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഇത് ഏത് തരം സീക്രട്ട് ആണ്? എന്തിനു വേണ്ടിയാണ് എല്ലാവരും ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? സോറി കിക്കോ, അതിനെ കുറിച്ച് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഓപ്പൺ പ്ലേസിൽ പറയാൻ പറ്റില്ല. ബോസ്, ഇതിപ്പോ പ്രശ്നമാണെന്നാണല്ലോ തോന്നുന്നത്. ട്രക്ക് സ്പീഡിൽ പോട്ടെ. ആ കുരങ്ങനെ കണ്ട് എന്തിനാ നീ പേടിക്കുന്നേ? അതിനൊക്കെ ഞാൻ 2 സെക്കൻഡിൽ. R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സിഗ്നൽ ഹൈവേയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ റോഡ് വഴിയാണ് ബനാന ട്രക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മി രക്ഷിക്കണേ. മേരാങ്കിൾ, ആ ട്രക്കിനകത്ത് ഏത് തരം സ്പെഷ്യൽ ബനാനയാ ഉള്ളത്? എന്തിനാ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഇതിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. കിക്കോ, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഹൈവേയിൽ ചെന്നെത്തണം. അല്ലെങ്കിൽ സൺസിറ്റിയുടെ ഗവൺമെന്റ് ബാങ്ക് ടോട്ടൽ ലോസ് ആയി പോകും. കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളതുവരെ സൺസിറ്റിക്ക് ഒരു തരത്തിലും നഷ്ടമുണ്ടാവില്ല. ഞാൻ ഇപ്പൊ തന്നെ സൂപ്പർ സ്പീഡോയെ വിളിക്കാം. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഹൈവേയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ട് ചെല്ലണം. ഫോർമുല നമ്പർ 55 അപ്ലൈ ചെയ്യാം. യെസ് ബ്രോ, ഞാൻ ഉടനെ ഫോർമുല നമ്പർ 55 ആക്ടിവേറ്റ് ചെയ്യാം.
ആ 3 ബനാനാസ് ഇപ്പൊ കാണാതെ പോയിരിക്കുകയാണല്ലോ. മേയർ സാറേ, ആ 3 ബനാനാസും 3 കുരങ്ങന്മാർ സൈക്കിളിൽ വന്ന് മോഷ്ടിച്ചോണ്ട് പോയി സാറേ. ഈഷ്, ഭൂമി. ഇനി നമ്മൾ എന്ത് ചെയ്യും? മേയർ അങ്കിൾ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. 3 ബനാനസല്ലേ കാണാതെ പോയിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് പഴങ്ങൾ ബാക്കിയുണ്ടല്ലോ. ഡോഡോ, ആ കാണാതെ പോയ 3 ബനാനാസ് ഇല്ലേ, അത് നീ വിചാരിക്കുന്നത് പോലെ സാധാരണ ബനാനാസ് അല്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് മേയർ അങ്കിൾ? അതിൽ അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് എന്താ ഉള്ളേ? ആ 3 ബനാനാസും സ്വർണം കൊണ്ട് ചെയ്ത ബനാനാസ് ആണ്. നിങ്ങൾക്കറിയോ, അതിനെ ഈ ഒറിജിനൽ ബനാനാസിന്റെ കൂടെ മറച്ചു വെച്ച് വളരെ സേഫ് ആയിട്ട് സൺസിറ്റിയിലുള്ള ഗവൺമെന്റ് ബാങ്കിലേക്ക് കൊണ്ടുവരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. മമ്മി, അങ്ങനെയാണെങ്കിൽ ഇതിനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ ഗോൾഡൻ ബനാനാസ് ആണോ? നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അങ്കിൾ. ഞാൻ ഇപ്പൊ തന്നെ മങ്കീസിനെ ഫോളോ ചെയ്ത് പോകാം. ആ ഗോൾഡൻ ബനാനാസ് ഞാൻ തിരിച്ചു കൊണ്ടുവരും. വാ സൂപ്പർ സ്പീഡോ. അതെ, പോകാം സൂപ്പർ സ്പീഡോ. ഞങ്ങൾ നിന്റെ കൂടെ വരുന്നുണ്ട്. പക്ഷേ കീക്കോ, ആ മങ്കീസ് ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ് പോയതെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡ്രൈവർ അങ്കിൾ പറഞ്ഞത് ആ മങ്കീസ് സൈക്കിളിലാണ് വന്നു പോയതെന്നാ. സൂപ്പർ സ്പീഡോ, അവിടെ സൈക്കിളിന്റെ ടയർ മാർക്സ് ഉണ്ട്. അത് ഫോളോ ചെയ്തു പോയിക്കോ. ആ ടയർ മാർക്സ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് മങ്കീസിനെ കണ്ടെത്താം. കൂൾ ഐഡിയ കീക്കോ. ടയർ മാർക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ കുരങ്ങന്മാർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. സൂപ്പർ സ്പീഡോ, ദാ പോകുന്ന 3 മങ്കീസ്. ഹലോ മങ്കീസ്, ആ ഗോൾഡൻ ബനാനാസ് ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്ക്. മോഷ്ടിക്കുന്നത് വളരെ വലിയ തെറ്റാ. കീക്കോ, നീ പറഞ്ഞൊന്നവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നത്. മങ്കി ലാംഗ്വേജിൽ അവരുടെ കാര്യം പറയ്. ഒരു മിനിറ്റ് നിൽക്ക്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് കൊള്ളാലോ. പീനറ്റോ? ആ പീനറ്റ് മൊത്തം ബ്ലാസ്റ്റ് ആയി കത്തിക്കരിഞ്ഞു പോയി കാണും. ഷെടാ ഡോഡോ, നീ വിചാരിക്കുന്ന പോലെ അത് പീനട്ട് അല്ല. പീനട്ട് ഷേപ്പിലുള്ള ഒരു ബോംബാണ്. ഏതായാലും നീ അത് തിന്നാത്തത് നന്നായി. അല്ലെങ്കിൽ നിന്റെ വയറ്റിനകത്ത് ആ ബോംബ് ബ്ലാസ്റ്റ് ആകുമായിരുന്നു. കീക്കോ, ഒരുപക്ഷെ അത് റോബോട്ടിക് മങ്കീസ് ആയിരിക്കുമോ? റോക്കറ്റ് ഫയർ ചെയ്യട്ടെ? വേണ്ട സൂപ്പർ സ്പീഡോ, അവർ ഒറിജിനൽ മങ്കീസാ. കാരണം അവർ റോബോട്ട് മങ്കീസ് ആയിരുന്നെങ്കിൽ ബനാനാസ് കഴിക്കില്ല. പക്ഷെ ഇവർ കഴിച്ചത് നമ്മൾ കണ്ടതല്ലേ. അതിന്റെ തോലെടുത്ത് ഡോഡോയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞില്ലേ? സൂപ്പർ സ്പീഡോ, ഈ പ്രാവശ്യം മങ്കീസിനെ വിടരുത്. കൃത്യസമയം നോക്കി ഫോർമുല നമ്പർ 333 അപ്ലൈ ചെയ്യ്. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 333. കീക്കോ, ഞാനിത് റിപ്പയർ ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ സൂപ്പർ സ്പീഡോ, അതുവരെ ഞാൻ ആ മങ്കീസിനെ ഫോളോ ചെയ്യാം. ആ മങ്കീസ് വളരെ സാധാരണമായിട്ട് വെള്ളത്തിൽ ചാടി നീന്തി പോവാണല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ആ മങ്കീസിനെ ഫോളോ ചെയ്യണമെങ്കിൽ ഞാനും വെള്ളത്തിൽ ചാടി പോയേ പറ്റുന്നാ തോന്നുന്നേ.
സൂപ്പർ സ്പീഡോ, എത്രയും വേഗം നീ ആ മൗണ്ടൈനടുത്തേക്ക് ചെല്ല്. ആ 2 മങ്കീസും അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ആ 2 മങ്കീസും എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ അവർ ഇങ്ങോട്ട് പോയി കാണും. ആ 3ാമത്തെ മങ്കിയെ ഞാൻ സൺസിറ്റിയിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നീ അങ്ങോട്ട് തന്നെ പോയിക്കോ. അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലീഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. മോണ്ടു മടാരി മസ്ത് കലന്തർ, റിമോട്ട് വെച്ച് ഞാൻ എന്റെ ഈ കുരങ്ങന്മാരെ കൺട്രോൾ ചെയ്യും. ഗോൾഡൻ ബനാനാസിനെ നിങ്ങൾ സക്സസ്ഫുൾ ആയി ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ ചിമ്പുവിനെ അവരുടെ അടുത്ത് വിട്ടേച്ച് വന്നിരിക്കുകയാണ് അല്ലേ? അവൻ കുരങ്ങാണെങ്കിലും കഴുത പോലെ മണ്ടത്തരമായ ജോലിയാ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോ അതിഭയങ്കരമായ ശിക്ഷ നൽകാൻ പോവുകയാണ്. നിനക്കല്ലെങ്കിലും അറിയാലോ, നിങ്ങളുടെ കാലുകളിൽ ഒരു ആംഗ്ലറ്റ് ഫിക്സ് ചെയ്തത് ഓർമ്മയില്ലേ? അതിനെ ഞാൻ എന്റെ ഈ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ. പിന്നൊരു കാര്യം, നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചാലും ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കുതിരയെ പോലെ കിക്ക് ചെയ്യ്. മോണ്ടു മടാരി മസ്ത് കലന്തർ റിമോട്ട് വെച്ച് ഈ മങ്കീസിനെ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നേരെ സൺസിറ്റിയിലേക്ക് ചെല്ല്. കറക്റ്റ് ആയിട്ടുള്ള ചാൻസ് നോക്കിയിട്ട് നമ്മുടെ ചിമ്പുവിനെ റിലീസ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. മോണ്ടു മടാരി മസ്ത് കലന്തർ, റിമോട്ട് വെച്ച് ഞാൻ ഈ മങ്കികളെ കൺട്രോൾ ചെയ്യും. എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ആ മങ്കീസ് എങ്ങനെയാ വെള്ളത്തിൽ ചാടി നീന്തി പോയത്? അതെന്താ അത്? ആംഗ്ലറ്റോ? അതിൽ മോണ്ടു മടാരി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കീക്കോ, ഞാൻ ആ ആംഗ്ലറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അത് സാധാരണ ആംഗ്ലറ്റ് അല്ല, അതൊരു ഇലക്ട്രോണിക് കൺട്രോളിംഗ് ഡിവൈസ് ആണ്. റിമോട്ട് വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ട് ഈ മങ്കീസിനെ കൊണ്ട് എന്ത് ജോലിയും ചെയ്യിപ്പിക്കാം. എന്നുവെച്ചാൽ മോണ്ടു മടാരി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഈ കുരങ്ങന്മാരെ കൺട്രോൾ ചെയ്ത് ഇവരെ വെച്ച് കൊള്ളയടിക്കാണെന്നാ തോന്നുന്നത്. അതെല്ലാം ഓക്കെ, പക്ഷേ ഒറിജിനൽ ബനാനാസിന്റെ നടുക്ക് ആ 3 ഗോൾഡൻ ബനാനാസ് രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഈ കാര്യം ആ മോണ്ടു മടാരിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ആ രഹസ്യം എനിക്കും പിന്നെ ടെമ്പോ അണ്ണ, ജെറ്റ്പഡ്, പിന്നെ ട്രക്ക് ഡ്രൈവറിന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അവര് പറയുന്നതും ഒരു പോയിന്റ് ആണ്. ഒരു പക്ഷേ ആ ട്രക്ക് ഡ്രൈവർ മങ്കിമാൻ ആയിരിക്കുമോ? ഒരു പക്ഷെ അങ്ങനെയും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ശരി, വാ, നമുക്ക് ചെന്ന് അവനെ തേടി കണ്ടെത്താം. അതുവരെ നിങ്ങൾ എല്ലാവരും ഈ മങ്കിയെ വാച്ച് ചെയ്തോണ്ടിരിക്കെ. ഒരു പക്ഷെ ആ മോണ്ടു മടാരി ഇവനെ രക്ഷിക്കാൻ ഇങ്ങോട്ട് വരും. ഇപ്പൊ നമ്മൾ ആ ഡ്രൈവറിനെ എങ്ങനെ തേടി കണ്ടെത്തും? നമുക്കവന്റെ അഡ്രസ് പോലും അറിയില്ലല്ലോ. കിക്കോ, സൂപ്പർ സ്പീഡോ, ദേവീത്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ആ ഡ്രൈവറെ പെട്ടെന്ന് കാണാതായിരിക്കും. 3 ഗോൾഡൻ ബനാനാസ് മോഷണം പോയതിനു ശേഷം അവരെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല. കീക്കോ, ഒരു പക്ഷേ നമ്മൾ സംശയിച്ചത് ശരിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ആ ഡ്രൈവർ ആയിരിക്കും മോണ്ടു മടാരി, മങ്കീസിനെ വെച്ച് കൊള്ളയടിക്കുന്നവൻ. ചെക്ക് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവൂ. നിങ്ങൾക്ക് ആ ഡ്രൈവറിന്റെ വീട് അറിയാമോ? ആ, അതെ അറിയാം. അവൻ സൺസിറ്റിയുടെ ആ സൈഡിലാ താമസിച്ചിരുന്നത്. ശരി, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ വന്ന് അവന്റെ വീട് കണ്ടുപിടിക്കാനുള്ള വഴി കാണിക്കൂ. അയ്യോ, ഈ വ്യത്യസ്തമായ മങ്കിയുടെ കൂടെ ചേർന്ന് ഒരു സെൽഫി എടുത്തേ പറ്റൂ. അയ്യോ, എന്റെ ക്യാമറയുടെ ഫ്ലാഷ് പെട്ടെന്ന് എങ്ങനെ ഇത്രയ്ക്ക് പവർഫുൾ ആയത് കണ്ടില്ലേ? എന്റെ ദൈവമേ, ആ മങ്കീസ് എങ്ങനെ വീണ്ടും ഇങ്ങോട്ട് വന്നത്? R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സൂപ്പർ സ്പീഡോ, നീ വണ്ടി തിരിക്കേ. അയ്യോ,
ടെമ്പോ ആണ് ഇവിടെ ഉള്ളപ്പോ നിങ്ങൾക്ക് ആ മൂന്നാമത്തെ കുരങ്ങനെ രക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവര് നമ്മൾ വിചാരിച്ച പോലെ സാധാരണ കുരങ്ങന്മാരല്ല, ഭയങ്കര കുരങ്ങന്മാരാണ്. എന്ന് വെച്ചാ സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം സാറിന്റെ കൈ ഒരു അല്പസമയത്തിൽ സ്ലിപ്പാവുന്ന തോന്നേ. താങ്ക് യു കിക്കോ. ആ രണ്ടു കുരങ്ങന്മാരും ആ മൂന്നാമത്തെ കുരങ്ങനെ രക്ഷിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അവർ ആ ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത്. വേഗം ചെന്ന് പിടിച്ചോണ്ട് വാ. അവരുടെ സൈക്കിൾ ഇവിടെ കിടപ്പുണ്ടല്ലോ. അവര് മൂന്നുപേരും എങ്ങോട്ടാ പോയത്? ഇപ്രാവശ്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഞാൻ അവരുടെ പുറകെ പോകും. എവിടെയൊക്കെ അവര് കാല് വെക്കുന്നു അതേ സ്ഥലത്ത് ഞാനും എന്റെ കാല് വെച്ച് മുന്നോട്ട് പോകും. സൂപ്പർ സ്പീഡോ, നീ ഫോർമുല നമ്പർ 555 അപ്ലൈ ചെയ്യേ. സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് എന്റെ ഷോൾഡറിൽ വന്നിരിക്കേ. ഷെടാ, ഇത് ട്യൂബാണല്ലോ. ഇപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്. ശരിക്കും ആ മങ്കീസ് വെള്ളത്തിലല്ല, ഈ ട്യൂബിൽ കൂടെയാണ് നടന്നു പോയിരിക്കുന്നത്. അതെ, എല്ലാവരും ചേർന്ന് എന്നെയും അതുപോലെ ഒന്ന് ഹഗ് ചെയ്യൂ. നിങ്ങളെ യൂസ് ചെയ്ത് ആരോ കൊള്ളയടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ആൾ ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ നമുക്കവനെ പിടികൂടാം. നിക്ക്, ആദ്യം അവരുടെ ആംഗ്ലറ്റ് കട്ട് ചെയ്തേക്കാം. അത്ര പെട്ടെന്ന് ആ ആംഗ്ലറ്റിന് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദ്യം നമ്മൾ അതിന്റെ റിമോട്ട് കണ്ടെത്തണം. നമ്മൾ ആ റിമോട്ട് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിരിക്കുന്ന ആളെ ആദ്യം കണ്ടെത്തണം. അവനാണ് റിമോട്ട് വെച്ച് ഈ 3 പേരെയും കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ 3 പേരും എവിടെയാ താമസിക്കുന്നത്? നമ്മുടെ സംശയം ശരിയാണ്. ഈ ഡ്രൈവർ തന്നെയാണ് കുരങ്ങുകളെ യൂസ് ചെയ്ത് ഇങ്ങനെ കൊള്ളയടിച്ചിരിക്കുന്നത്. ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഇവൻ ഉറങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. അവൻ അബോധാവസ്ഥയിലാന്നാ തോന്നുന്നേ. ആണോ? എന്നാ പിന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. എന്നെ വിട്ടേക്കൂ പ്ലീസ്, എന്നെ വിട്ടേക്കൂ. ഡ്രൈവർ അങ്കിൾ പേടിക്കണ്ട, ഇത് ഞാനാണ് കീക്കോ.
അല്ല നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? അതാദ്യം പറയൂ. അറിയില്ല കീക്കോ, ആരോ എന്റെ കണ്ണിൽ തുണി വെച്ച് കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എനിക്ക് അവന്റെ മുഖം കാണാൻ പറ്റിയില്ല. കീക്കോ, എനിക്ക് തോന്നുന്നത് ഇവനാണ് മോണ്ടു മഡാരി എന്നാണ്. നമ്മളെ കണ്ട് കള്ളം പറയുകയാണ് ഇവൻ. ഒരു കാര്യം ചെയ്യാം, എല്ലാരെയും വിളിച്ചോണ്ട് നമുക്ക് സൺസിറ്റിയിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാം തീരുമാനിക്കാം. കീക്കോ, തീർച്ചയായിട്ടും ഈ ഡ്രൈവർ തന്നെയാണ് മോണ്ടു മഡാരി എന്ന് തോന്നുന്നു. ആ ഗോൾഡൻ ബനാനാസ് തീർച്ചയായിട്ടും ഇവന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം. എല്ലാം നമുക്കിപ്പൊ കണ്ടെത്താം മേയർ അങ്കിൾ. കമോൺ സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 888. ഞാൻ ആ റിമോട്ടിൽ നിന്ന് പുറത്തു വരുന്ന റേസർ ട്രേസ് ചെയ്തിട്ട് അവിടെ ഒരു സിഗ്നൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിമോട്ട് എവിടെ ഉണ്ടെങ്കിലും അത് ഉടൻ തന്നെ വൈബ്രേറ്റ് ആകാൻ തുടങ്ങും. ആരുടെ കയ്യിൽ ആ ഒറിജിനൽ റിമോട്ട് ഉണ്ടോ അവനാണ് ഒറിജിനൽ മോണ്ടു മഡാരി. സിഗ്നൽ അയക്കുന്നത് നിർത്ത് സൂപ്പർ സ്പീഡോ. ഒറിജിനൽ മോണ്ടു മഡാരി ആരാണെന്ന് മനസ്സിലായി. അവനാണ് ഡ്രൈവർ അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയിട്ട് തന്റെ ഗോഡൌണിൽ മറച്ചു വെച്ചിരുന്നത്. നമ്മൾ അവനെ കാണുമ്പോ അവനാണ് മോണ്ടു മഡാരി എന്ന് വിചാരിക്കുമല്ലോ. വാ, വളരെയധികം നന്ദിയുണ്ട് കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. നിങ്ങളുടെ രണ്ടുപേരുടെയും ബ്രെയിൻ വർക്കും ടാലന്റും അടിപൊളി. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ 3 കുരങ്ങന്മാരെയും കൺട്രോൾ ചെയ്തിട്ട് എല്ലാം അടിച്ചു മാറ്റിയിട്ട് വലിയൊരു പണക്കാരനാവാന്നാ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ നിന്റെ ഈ ബ്രില്യൻസിനുള്ള ശിക്ഷ ടോട്ടൽ സൺസിറ്റിയും അനുഭവിച്ചേ തീരൂ. മോണ്ടു മദാരി മസ്ത് കലന്തർ. റിമോട്ട് കൊണ്ട് ഞാൻ എന്റെ മങ്കീസിനെ കൺട്രോൾ ചെയ്യും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുക. ഈ 3 കുരങ്ങുകളും വെച്ച് ഞാന് ടോട്ടൽ സൺസിറ്റിയും നശിപ്പിക്കാൻ പോവുകയാണ്. 3 മങ്കീസും ആക്ടിവേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ റിമോട്ട് തകർക്കണം. ഇനിയിപ്പോ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂന്നാ തോന്നുന്നേ. ഇത്രയും ദിവസം കൊരകിനെ വെച്ച് കളിപ്പിച്ച നിന്നെ ഞാൻ ജയിലിലിട്ട് കൊരക് കളിപ്പിക്കാൻ പോവാ. എന്ന് വെച്ചോ, സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. സൂപ്പർ സ്പീഡോ, ഈ ഇലക്ട്രോണിക് മോൺസ്റ്റർ പഴയ ഡംപ് ചെയ്ത ഇലക്ട്രോണിക് വേസ്റ്റ് മൂലം ഉണ്ടായതാ. അതുകൊണ്ട് ഫോർമുല നമ്പർ 666 വർക്ക്ഔട്ട് ആവും. ബ്രില്യന്റ് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 666. ഇതിൽ വെള്ളമൊന്നുമില്ലല്ലോ. അടുത്തത് ചെക്ക് ചെയ്യാം. ഇതിലും ഒന്നുമില്ലല്ലോ. സൂപ്പർ സ്പീഡോ, വേഗം, ആ മോൺസ്റ്റർ അടുത്തെത്തി കഴിഞ്ഞു. യെസ് ബഡി, കിട്ടിപ്പോയി. ആ മേഘത്തിനകത്ത് വെള്ളമുണ്ട്. അങ്കിൾ, നിങ്ങളുടെ കയ്യിലുള്ള ഈ സാധനം എന്താണ്? ഇതെന്റെ പുതിയ ടിവിയാണ്. എന്റെ ആ പഴയ ടിവിയില് ജഗ്ഗിൽ നിന്ന് വെള്ളം അതിന്റെ മുകളിൽ വീണു. അതുകൊണ്ടാണ് ഞാൻ ഈ പുതിയ വാട്ടർ പ്രൂഫ് ടിവി വാങ്ങിച്ചോണ്ട് വന്നത്. അയ്യോ, ഈ സൺസെറ്റിലെ ഡിസ്കൗണ്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുവോ. അതുകൊണ്ട് ഞാനും പുതിയ കമ്പ്യൂട്ടർ സിസ്റ്റം വാങ്ങിച്ചിരിക്കുകയാണ്. കഴിക്കാനുള്ള സാധനങ്ങളുടെ വിൽപ്പന നടക്കുമ്പോ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കും. ഇപ്പോഴാ ഓർമ്മ വന്നത്, ഞാനിതൊന്ന് കഴിച്ചോട്ടെ.
പക്ഷെ അങ്കിൾ, നിങ്ങളുടെ ആ പഴയ ടിവിയും കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ എന്താ ചെയ്യാൻ പോന്നേ? അയ്യോ ഞങ്ങളതെല്ലാം ഇവിടുത്തെ സ്ക്രാപ്പിൽ വലിച്ചെറിയും. പുതിയത് ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ നമ്മുടെ വീട്ടിൽ എന്തിനാ ഈ പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? ഈഷ്, നീ വിഷമിക്കണ്ട കീക്കോ. നമ്മുടെ സൺസിറ്റിയിലുള്ള പഴയ എല്ലാ അപ്ലയൻസസിനെയും സൺസിറ്റിക്ക് പുറത്തുള്ള ഡംപിംഗ് ഗ്രൗണ്ടില്ലേ, അവിടെ കൊണ്ടുപോയി സേഫ്ലി ഡംപ് ചെയ്തേക്കാം. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇന്ന് വൈകുന്നേരം നിങ്ങൾ എല്ലാവരും ഫുട്ബോൾ മാച്ച് കാണാൻ എന്റെ വീട്ടിലേക്ക് വരണം. ഈ പുതിയ ടിവിയിൽ നമുക്ക് ആ മാച്ച് കാണാം. കീക്കോ, ഇപ്പൊ നിന്റെ മുഖത്ത് നോക്കി ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ വറീഡിനെക്കാട്ടും വളരെ വറീഡാ. വെരി വെരി വറീഡ്. പറയാം, എന്താ കാര്യം? ഞാൻ ആലോചിച്ചത്, ഇങ്ങനെ എല്ലാവരും അവരുടെ പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുപോയി ഡംപിംഗ് സോണിൽ ഇടുകയാണെങ്കിൽ അതെല്ലാം ഒരു ദിവസം ഒരുമിച്ച് ചേർന്ന് അൺവാണ്ടഡ് വേസ്റ്റായി മാറിപ്പോവും. ആ? നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ തോട്ട്ഫുൾ. ഇപ്പോഴുള്ള മനുഷ്യർക്ക് സ്വാർത്ഥത ഒരുപാട് കൂടിപ്പോയി. കാര്യം കഴിഞ്ഞതും ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഡസ്റ്റ്ബിനിൽ വലിച്ചെറിയുകയാണ്. പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കില്ല. ഈ നിമിഷം മുതൽ ഹ്യൂമൻസ് ഇലക്ട്രോണിക് സാധനങ്ങൾ വലിച്ചെറിയില്ല. പക്ഷെ അതിനു പകരം ഇലക്ട്രോണിക് സാധനങ്ങൾ മനുഷ്യരെ വലിച്ചെറിഞ്ഞ് കളിക്കും. ഇലക്ട്രോണിക് സാധനങ്ങൾ വലിച്ചെറിഞ്ഞ മനുഷ്യർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ ഞാനിത് എത്തിക്കഴിഞ്ഞു. ഇലക്ട്രോണിക് മാൻ. എന്റെ ഈ സ്പെഷ്യൽ ജാക്കറ്റ്, പിന്നെ ഈ ഗ്ലൗസിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് വേണ്ടാന്ന് വലിച്ചെറിഞ്ഞ എല്ലാ ഡെഡ് അപ്ലയൻസിനെയും എനർജൈസ് ചെയ്ത് ജീവനോട് തിരികെ കൊണ്ടുവരും. പിന്നെ അതെല്ലാം വെച്ച് കൺട്രോൾ ചെയ്ത് അത് വെച്ച് ഞാൻ മനുഷ്യരോട് പ്രതികാരം ചെയ്യും. ഇലക്ട്രോണിക് വേസ്റ്റ് വലിച്ചെറിഞ്ഞവർക്ക് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. ദാ എത്തിക്കഴിഞ്ഞു ഇലക്ട്രോണിക് മാൻ. സൺസിറ്റിയിലെ ജനങ്ങൾ പഴയ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അതുപോലെ നിങ്ങൾ മനുഷ്യരെ വലിച്ചെറിയണം. എന്നാ തുടങ്ങിക്കോ എന്റെ ഇലക്ട്രോണിക് വാരിയർ. അതേതായാലും കലക്കി. ഇനി പുതിയ ടിവിയിൽ ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ വളരെ ജോളിയായിരിക്കും. അയ്യോ, ഈ പുതിയ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്ത് ഞാനൊരു പുതിയ കാറിന്റെ ഡിസൈൻ റെഡിയാക്കാൻ പോവാ. ടോണി ബോസ്, ഇതാ ഞങ്ങളുടെ പുതിയ വീഡിയോ ഗെയിം. ഇത് ഞങ്ങൾക്കൊന്ന് കളിക്കാന്താ? ഒരിക്കലും തരില്ല. ഇത് എന്റേതാണ്. ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ആ റിമോട്ട് എങ്ങനെയാടാ പറന്നുപോയത്? എന്റെ ദൈവമേ, അപ്ലയൻസസ് എല്ലാം പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അല്പം കഴിച്ചോട്ടെ. ഈ കാഴ്ചയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അൺബിലീവബിൾ. അല്ല, ഈ സാധനങ്ങളെല്ലാം പറന്ന് ഇങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ കിക്കോ, ഞങ്ങളുടെ രണ്ടുപേരുടെ ടിവിയും കമ്പ്യൂട്ടർ സിസ്റ്റം പറന്നു പോയെന്ന്. എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഇതിന്റെ എല്ലാം പുറകിൽ ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ
കാറ്റിൽ പറന്നു ചെല്ലുന്ന ഈ അപ്ലയൻസസിനെ ഫോളോ ചെയ്തേ പറ്റൂ. ഈഷ്, കിക്കോ, ഇപ്പൊ ഇതിനു പുറകിൽ ആരായിരുന്നാലും ശരി, അവൻ എന്റെ ഷെയർ ആയിട്ട് ഒരു 4-5 പഞ്ചങ്ങ് കൊടുക്കണം. മമ്മി, ഈ എന്റെ പുത്തൻ പുതിയ TV എനിക്ക് തിരിച്ചു കൊണ്ടുവന്നാ. അതില്ലാതെ ഫുട്ബോൾ മാച്ച് ഞാൻ എങ്ങനെ കാണും? ദേ നോക്കൂ മിസ്റ്റർ, സൺസിറ്റിയിലെ വീടുകളിൽ നിന്ന് ഇങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് അടിച്ചു മാറ്റുന്നത് വളരെ വലിയ തെറ്റാണ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം, ഇപ്പൊ തന്നെ നിങ്ങളുടെ ഈ കളി അങ്ങ് നിർത്തിയേക്ക്. ഇലക്ട്രോണിക് വേസ്റ്റ് വലിച്ചെറിയുന്നവർക്ക് ഞാനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വന്നിരിക്കുകയാണ്. അത് ഞാൻ ചെയ്തിരിക്കും. ഞാനാണ് ഇലക്ട്രോണിക് മാൻ. ഒരുപക്ഷെ നിനക്ക് ഇത് വെറും ഒരു അപ്ലയൻസസ് ആയിരിക്കാം, പക്ഷെ എനിക്ക് ഓരോ ഇലക്ട്രോണിക് സാധനവും സ്വന്തം കുട്ടികളെ പോലെയാണ്. നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഡസ്റ്റ്ബിനിലേക്ക് വലിച്ചെറിയുകയാണല്ലേ? ഒരു കാര്യം നിങ്ങളാരും ആലോചിക്കാറില്ല, വലിച്ചെറിയുമ്പോ അതിന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണും. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം സത്യമായിരിക്കാം. ഇലക്ട്രോണിക് സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റിലേക്ക് വലിച്ചെറിയുന്നത് റോങ് ആണ്. നമ്മളിത് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുന്നതാ നല്ലത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അത് വളരെ വലിയ തെറ്റാണ്. കിക്കോ, നിനക്ക് തെറ്റായി തോന്നുന്നതെല്ലാം എനിക്ക് ശരിയാണ്. മനുഷ്യർക്ക് ശരിക്കൊരു പാഠം പഠിപ്പിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതാണ് തന്റെ തീരുമാനമെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം. ഐ ഓൾസോ ഫൈറ്റ് ഫോർ ദ റൈറ്റ്. ആണോ? യു ഫൈറ്റ് ഫോർ ദ റൈറ്റ്? ശരി, ഓക്കെ. ഇപ്പൊ തന്നെ ഞാൻ നിന്റെ കഥ അവസാനിപ്പിച്ചേക്കാം. നിന്നെ ഞാൻ സണ്ണിലേക്ക് അയച്ചേക്കാം. ചെന്ന് വാങ്ങിച്ചോ സൺലൈറ്റ്. അയ്യോ, അയാള് കിക്കോയെ ഫ്രിഡ്ജിനകത്തിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഫ്രിഡ്ജിനെ സണ്ണിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുക. ഇത്രയും ചെറിയൊരു സ്ഥലത്ത് എനിക്ക് സൂപ്പർ സ്പീഡോയെ പോലും വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ സ്ഥലം വിട്ട് പുറത്ത് പോയേ പറ്റൂ. ഡബിൾ കിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഇലക്ട്രോണിക് മാൻ സൺസിറ്റിയിലുള്ള എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. നമ്മൾ അവനെ ഉടനെ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ ബഡി, നീ ഇപ്പൊ എന്റെ സ്പീഡ് കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്നെ ഫോളോ ചെയ്തു വന്നതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. ഇലക്ട്രോണിക് സാധനങ്ങൾ വലിച്ചെറിയുന്നവർക്ക് ശരിക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഞാനാണ് ഇലക്ട്രോണിക് മാൻ. സൂപ്പർ സ്പീഡോ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? പെർഫെക്റ്റ്ലി ഫൈൻ കിക്കോ. പെട്ടെന്ന് അറ്റാക്ക് ചെയ്തു. ഞാൻ ഒട്ടും റെഡിയായില്ല. ഇപ്പൊ അവൻ വരട്ടെ. നിന്നെ പോലെയുള്ള ആളുകൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലാന്ന് തോന്നുന്നു. എന്നാ പിടിച്ചോ. സൂപ്പർ സ്പീഡോ, ഈ കിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഫോർമുല നമ്പർ 77 അപ്ലൈ ചെയ്യും. ഓക്കെ ബഡി, ഇപ്പൊ തന്നെ കിക്സിന് ഒരു നല്ലൊരു തിരിച്ചടി നൽകാൻ പോവുകയാണ്. ആക്ടിവേറ്റിംഗ് ഫോർമുല 77. നിനക്ക് അത്രയ്ക്ക് ധിക്കാരമാണോ? എന്റെ കുട്ടികൾക്ക് നേരെ മിസൈൽ അയക്കുന്നോ? ഇപ്പൊ ഇതിനുള്ള ശിക്ഷ നീ മാത്രമല്ല ടോട്ടൽ സൺസിറ്റിയും അനുഭവിക്കേണ്ടി വരും. കാരണം നിങ്ങളെ രണ്ടാളെയും ശരിക്കൊരു പാഠം പഠിപ്പിച്ചിട്ട് എന്റെ ഈ ഇലക്ട്രോണിക് വാരിയർ സൺസിറ്റിയെ തലകീഴായി മറിച്ചിടും. ഇലക്ട്രോണിക് വേസ്റ്റ് വലിച്ചെറിഞ്ഞവർക്ക് ശരിക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ പോവാ. അത് ചെയ്യാൻ ഇതാ എത്തിക്കഴിഞ്ഞു ഇലക്ട്രോണിക് മാൻ. കിക്കോ,
ആ ഇലക്ട്രോണിക് മാന്റെ വെയിറ്റ് വളരെ ഹെവിയാണ്. ഇനി ഒരു 2 പ്രാവശ്യം അവനെ വലിച്ചെറിയുകയാണെങ്കിൽ ഈ സൂപ്പർ സ്പീഡ് എടുക്കത് അവസാനിക്കും. ഒന്നും ചെയ്യാനാവില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 89. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 89. നമ്മുടെ ദേഹത്ത് കൈവച്ചവനെ പീസാക്കി കളഞ്ഞില്ലേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? അതെല്ലാം വീണ്ടും ഒന്നിച്ചു എന്നാണല്ലോ തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ഈ ഇലക്ട്രോണിക് മോൺസ്റ്റർ പഴയ ഡംപ് ചെയ്ത ഇലക്ട്രോണിക് വേസ്റ്റ് മൂലം ഉണ്ടായതാ. അതുകൊണ്ട് ഫോർമുല നമ്പർ 666 വർക്ക്ഔട്ട് ആവും. ബ്രില്യന്റ് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 666. ഇതിൽ വെള്ളമൊന്നുമില്ലല്ലോ. അടുത്തത് ചെക്ക് ചെയ്യാം. ഇതിലും ഒന്നുമില്ലല്ലോ. സൂപ്പർ സ്പീഡോ വേഗം, ആ മോൺസ്റ്റർ അടുത്തെത്തി കഴിഞ്ഞു. യെസ് ബഡി, കിട്ടിപ്പോയി. ആ മേഘത്തിനകത്ത് വെള്ളമുണ്ട്. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ആട്ടിൻകുട്ടി കയറിയിരിക്കുകയാണ്. സിംഹത്തെ അതൊരു വഴിക്കാക്കിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കിട്ടിയിരിക്കുകയാണേ. ആ ഇലക്ട്രോണിക്സ് മാൻ അവൻ തയ്യാറാക്കിയ ഇലക്ട്രോണിക്സ് വാരിയേഴ്സിന്റെ ഒരു പടയോടെ ടോട്ടൽ ലോകത്തെയും ഭരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുള്ള അറ്റാക്ക് സൺസിറ്റിയിൽ നിന്ന് തുടങ്ങാൻ പോവുകയാണ്. ആണോ? അപ്പോ ആ ഇലക്ട്രോണിക് മാൻ സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടിയല്ലേ കൊണ്ടുപോകുന്നത്? പടയോട്ടത്തിന് വേണ്ടി എല്ലാം തയ്യാറാക്കുകയായിരുന്നു അല്ലേ? യെസ് സൂപ്പർ സ്പീഡോ, പക്ഷേ ഇത്തവണ ഇലക്ട്രോണിക് മാന്റെ വാരിയേഴ്സ് വന്നാലും നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. എനിക്ക് മനസ്സിലായി കീക്കോ, ഞാൻ റെഡിയാണ്. എന്റെ ദൈവമേ, ഇലക്ട്രോണിക് മാൻ ആർമിയുമായി ഇവിടെ എത്തിന്നാ തോന്നുന്നത്. പേടിയും കുടിപ്പേ വിശപ്പും കുടിപ്പേ. ഒന്ന് കഴിച്ചോട്ടെ. ഇപ്പൊ എന്റെ ഈ ഇലക്ട്രോണിക് വാരിയേഴ്സിന്റെ സഹായത്തോടെ ടോട്ടൽ ലോകത്തെയും ഞാൻ ഭരിക്കാൻ പോവുകയാണ്. ഇതുവരെ മനുഷ്യരെല്ലാവരും ഇലക്ട്രോണിക് സാധനങ്ങളെ അടിമയെ പോലെയല്ലേ നടത്തിയത്. പക്ഷെ ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ മനുഷ്യരെ അടിമയാക്കാൻ പോവുകയാണ്. ഇലക്ട്രോണിക് വേസ്റ്റ് വലിച്ചെറിഞ്ഞവർക്ക് ശരിക്കൊരു പാഠം പഠിപ്പിച്ചെടുക്കാൻ വന്നിരിക്കുകയാണ്. ദേ എത്തിക്കഴിഞ്ഞു ഈ ഞാൻ ഇലക്ട്രോണിക് മാൻ. ഇലക്ട്രോണിക് മാൻ, ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാണ്, ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ ഒരു കാര്യവും നീ ചെയ്യരുത്. ജനങ്ങളുടെ പ്രയാസത്തെ കുറിച്ച് നീ ആലോചിക്കണ്ട. നിന്റെ പ്രശ്നത്തെ കുറിച്ച് മാത്രം ആലോചിച്ചാ മതി കിക്കോ. നീ എന്റെ ഒരു സോൾജിയറിനെ തോൽപ്പിച്ചു അല്ലേ? അതുകൊണ്ട് നീ വലിയ വാര്യറാണെന്ന് വിചാരിച്ചോ? വലിയ വീരനാണെന്ന് വിചാരിച്ചോ? ധൈര്യമുണ്ടെങ്കിൽ ഇവന്റെ കൂടെ നീ ഒന്ന് ഫൈറ്റ് ചെയ്ത് കാണിക്ക്. സൂപ്പർ സ്പീഡോ, എല്ലാം റെഡിയായല്ലോ അല്ലേ? ഞാൻ അവനെ വിളിച്ചോണ്ട് വന്നേക്കട്ടെ. അത്രയുള്ളൂ, 2 മിനിറ്റ് കീക്കോ. ഒരല്പസമയം അവനെ കളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഇവനെ കുറച്ച് സമയം കുരങ്ങ് കളിപ്പിക്കാനുള്ള ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കീക്കോ, ഐ ആം റെഡി. എല്ലാരെയും സൺസെറ്റിൽ നിന്നും ചുട്ടി പാർക്കിലേക്ക് വിളിച്ചോണ്ട് വാ. ഓക്കെ സൂപ്പർ സ്പീഡോ.
എത്തി. ഇപ്പൊ നീ അവിടെ നിന്ന് ഇറങ്ങിക്കോളൂ. എല്ലാവരെയും വെള്ളമൊഴിച്ച് കുളിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ നോക്കിക്കോ, കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ ഇവർക്കെല്ലാവർക്കും ഷോർട്ട് സർക്യൂട്ട് ഏർപ്പെടും. അതോടെ ഈ മോൺസ്റ്റേഴ്സിന്റെ കാര്യം അവസാനിക്കും. ഇലക്ട്രോണിക് വേസ്റ്റിനെ വലിച്ചെറിഞ്ഞവർക്ക് നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ എത്തിക്കഴിഞ്ഞു, ഇലക്ട്രോണിക് മാൻ. കിക്കോ, ഞാൻ ഈ പുതിയ അപ്ഡേറ്റഡ് ഇലക്ട്രോണിക് വാരിയേഴ്സിന്റെ മോഡില് ഒരു ഫോർമുലയും ഫലിക്കാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ എല്ലാ വാരിയേഴ്സും അപ്ഗ്രേഡഡ് ആൻഡ് വാട്ടർ പ്രൂഫിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെയൊന്നും നിനക്ക് വെള്ളം കൊണ്ട് നശിപ്പിക്കാനാവില്ല. ഇനി എന്ത് ചെയ്യും സൂപ്പർ സ്പീഡോ? ഇവരെ ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ഇന്ന് ടോട്ടൽ സൺ സിറ്റിയും ആ കാഴ്ച കാണാൻ പോവുകയാണ്. എന്റെ ഇലക്ട്രോണിക് വാരിയേഴ്സ് കിക്കോ ആൻഡ് സൂപ്പർ സ്പീഡോയെ അടിച്ച് തെറിപ്പിക്കും, ചിന്ന ഭിന്നമാക്കി വലിച്ചെറിയും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 77. ഓക്കെ ബ്രോ. ഈക്കോ, ഈ മോൺസ്റ്റേഴ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്ട്രോങ് ആണ്. വേറെ എന്തെങ്കിലും ഫോർമുല പറയൂ. അപ്ലയൻസസ് കൊണ്ടാണ് ഈ മോൺസ്റ്ററിനെ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ അപ്ലയൻസസ് ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഐ തിങ്ക് ഫോർമുല നമ്പർ 88 വർക്കൗട്ട് ആവും. ഫാബുലസ് ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 88. ഇപ്പൊ നോക്കിക്കോ ബഡി, എന്റെ ഈ മാഗ്നറ്റിക് വേവ്സ് വെച്ച് ഇവരെ എല്ലാവരെയും ഓടിപ്പിച്ചേക്കാം. ഇനിയാണ് എന്റെ കളി. ഫൈനലി നമ്മുടെ ഈ ഐഡിയ വർക്കൗട്ട് ആയിരിക്കുകയാണ് സൂപ്പർ സ്പീഡോ. നീ പറഞ്ഞത് ശരിയാണ് കിക്കോ, നിന്റെ ഐഡിയ ശരിക്കും സൂപ്പറാണ്. പക്ഷേ നിന്നേക്കാളധികം അത് എനിക്കാണ് ഉപയോഗമാകുന്നത്. കാരണം 10 വാരിയേഴ്സിന്റെ ശക്തി ഇപ്പൊ ഒരു വാരിയേഴ്സിനകത്തുണ്ട്. എന്റെ ഈ സൂപ്പർ സ്ട്രോങ് വാരിയർ കിക്കോയെയും സൂപ്പർ സ്പീഡോയെയും ചേർത്ത് ടോട്ടൽ സൺ സിറ്റിയെയും ഒരു ചില സെക്കൻഡിൽ നശിപ്പിക്കും. ഇലക്ട്രോണിക് വേസ്റ്റ് വലിച്ചെറിഞ്ഞവർക്ക് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ പോവുക. അതിനിതാ എത്തിക്കഴിഞ്ഞു ഇലക്ട്രോണിക് മാൻ. കീക്കോ, ഒരുപാട് നേരത്തേക്കൊന്നും എനിക്ക് ആ മോൺസ്റ്ററിന്റെ അടി താങ്ങാൻ പറ്റില്ല. ഇതിനെന്തെങ്കിലും ഒരു ഐഡിയ പറ. സൂപ്പർ സ്പീഡോ, ഇലക്ട്രോണിക് മാൻ വളരെ വ്യത്യസ്തമായ ഒരു ജാക്കറ്റ് ആണ് അണിഞ്ഞിരിക്കുന്നത്. അതിന്റെ LED ലൈറ്റ്സ് അണഞ്ഞണഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ശരി, ഈ ജാക്കറ്റ് ഉപയോഗിച്ച് മാത്രമാണ് അവൻ മോൺസ്റ്റേഴ്സിനെ എനർജൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, നീ ഈ മോൺസ്റ്ററുമായിട്ട് ഏറ്റുമുട്ട്. അതിനിടയ്ക്ക് ഞാൻ ആ ഇലക്ട്രോണിക് മാനെ വകവരുത്താൻ ശ്രമിക്കാം. ഓക്കെ ബ്രോ, പക്ഷെ വളരെ സൂക്ഷിച്ചു വേണം ഡീൽ ചെയ്യാൻ. എടാ കൊച്ചു ചെറുക്ക, ഇന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കും. ഇലക്ട്രോണിക് മാനുമായി ഏറ്റുമുട്ടുന്നത് ആപത്ത് വില കൊടുത്ത് വാങ്ങിക്കുന്നതിന് സമമാണ്. ഇലക്ട്രോണിക് വേസ്റ്റ് വലിച്ചെറിഞ്ഞവർക്ക് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ. ദാ എത്തിക്കഴിഞ്ഞു ഇലക്ട്രോണിക് മാൻ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 1, 2, 3. All right, dude. എന്താ ഇതൊക്കെ? ഇലക്ട്രോണിക് മാൻ, ഞാൻ നിന്റെ മോൺസ്റ്റേഴ്സിനെ നല്ലൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. നീ ഇവിടെ നിന്ന് ആ കളി കണ്ട് രസിക്ക്. നിങ്ങളെല്ലാവരും വലിയ ബുദ്ധിമാനാണെന്ന വിചാരമുണ്ടല്ലേ? ഇപ്പൊ നോക്കിക്കോ, ഞാൻ എന്റെ ഇലക്ട്രോണിക് അപ്ലയൻസസ് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്.
സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 44. ഇപ്പൊ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. അവന്റെ ആ ജാക്കറ്റ് കീറി പറിച്ചെറിയണം. എന്റെ ജാക്കറ്റ്! വെറുതെ ഓടിക്കളിക്കേണ്ട, നിന്നെ ഒരു സ്ഥലത്തിരുത്തേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. നീ എന്തായി പറയുന്നേ? സാരപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നീ ജയിലിൽ ചെന്നിരുന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയമായി കഴിഞ്ഞു. പുറത്ത് ഭയങ്കര ഹീറ്റാ, ജാക്കറ്റിന്റെ ആവശ്യമില്ല. സോ യു ആർ അണ്ടർ അറസ്റ്റ്. മേരാങ്കിൾ, ഇനി നമ്മൾ എല്ലാവരും നമ്മുടെ ഇലക്ട്രോണിക് വേസ്റ്റ് കൺട്രോൾ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് മാനെ പോലെ ഒരു മനുഷ്യനും അത് തെറ്റായി ഉപയോഗിക്കാൻ പറ്റില്ല. ഈഷ്, കിക്കോ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി ഞാൻ സൺസിറ്റിയിൽ ഒരു പ്രത്യേക റൂൾ ഇടാൻ പോവുകയാണ്. ഏതൊരു പഴയ സാധനവും ടോട്ടലി ഡാമേജ് ആകാത്തത് വരെ അവരതിനെ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അയ്യോ, അതിന്റെ കൂടെ ചേർത്ത് വേറെ റൂളും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യ്. ഏതൊക്കെ അപ്ലയൻസസ് ടോട്ടലായി ഡാമേജ് ആയി പോയോ അതിനകത്തെ പാർട്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാന്നേ. അങ്ങനെയാകുമ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റ് കൺട്രോൾ ആകും.